അശ്വതി നക്ഷത്രത്തിൽ വരാൻ സാധ്യത കൂടുതലുള്ള രോഗങ്ങൾ. തലവേദന, ഇടയ്ക്കിടെ പനി. ഭരണി നക്ഷത്രത്തിൽ വരാൻ സാധ്യത കൂടുതലുള്ള രോഗങ്ങൾ. ഉറക്കക്കുറവ്. വിരലുകളിൽ മരവിപ്പ് എന്തിന്റെ കുറവാണ്? വിറ്റാമിൻ B12. ഇടയ്ക്കിടയ്ക്കുള്ള തലവേദന എന്ത് സൂചിപ്പിക്കുന്നു? ഉത്തരം നിർജ്ജലീകരണം. കാർത്തിക നക്ഷത്രത്തിൽ വരാൻ സാധ്യത കൂടുതലുള്ള രോഗങ്ങൾ. ഉദരരോഗം, ന്യൂമോണിയ. എപ്പോഴും ക്ഷീണം അനുഭവപ്പെടുന്നത് എന്ത് സൂചിപ്പിക്കുന്നു? വിറ്റാമിൻ D കുറവ്. രാത്രി ഉറങ്ങാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത് എന്ത് സൂചിപ്പിക്കുന്നു? മാനസിക സമ്മർദ്ദം അല്ലെങ്കിൽ മഗ്നീഷ്യം കുറവ്. അമിതമായി വിയർക്കുന്നത് എന്ത് കാരണം? തൈറോയിഡ് പ്രശ്നം അല്ലെങ്കിൽ ഹോർമോൺ പ്രശ്നം. സ്ഥിരമായി വായ്പുണ്ണ് വരുന്നത് എന്ത് കുറവാണ് കാണിക്കുന്നത്? B12, ഫോളിക് ആസിഡ് അല്ലെങ്കിൽ അയൺ കുറവ്. കാലിൽ വീക്കം വരുന്നത് എന്ത് ലക്ഷണമാണ്? വൃക്ക, ഹൃദയ തകരാർ അല്ലെങ്കിൽ ഉപ്പിന്റെ അമിത ഉപയോഗം. ചർമ്മത്തിൽ എളുപ്പത്തിൽ നീലപ്പാടുകൾ വരുന്നത് എന്ത് സൂചിപ്പിക്കുന്നു? വിറ്റാമിൻ K കുറവ് അല്ലെങ്കിൽ പ്ലേറ്റ്ലെറ്റ് കുറവ്. നഖങ്ങൾ പെട്ടെന്ന് പൊട്ടുന്നത് എന്ത് കുറവാണ് കാണിക്കുന്നത്? അയൺ അല്ലെങ്കിൽ ബയോട്ടിൻ കുറവ്. രാവിലെ എഴുന്നേറ്റാൽ തലചുറ്റൽ അനുഭവപ്പെടുന്നത് എന്ത് ലക്ഷണമാണ്? ലോ ബ്ലഡ് പ്രഷർ അല്ലെങ്കിൽ വെള്ളക്കുറവ്. രോഹിണി നക്ഷത്രത്തിൽ വരാൻ സാധ്യത കൂടുതലുള്ള രോഗങ്ങൾ. രക്തസമ്മർദ്ദം, ടോൺസിലൈറ്റിസ്. മകയിരം നക്ഷത്രത്തിൽ വരാൻ സാധ്യത കൂടുതലുള്ള രോഗങ്ങൾ. കിഡ്നി സ്റ്റോൺ. വിരലുകളിൽ മരവിപ്പ് എന്തിന്റെ കുറവാണ്? വിറ്റാമിൻ B12. മുടി വേഗത്തിൽ വെളുക്കുന്നത് എന്ത് പ്രശ്നം സൂചിപ്പിക്കുന്നു? ജനിതക കാരണങ്ങൾ അല്ലെങ്കിൽ വിറ്റാമിൻ B12. ചർമ്മം വളരെ പെട്ടെന്ന് വരണ്ടു പോകുന്നത് എന്ത് സൂചിപ്പിക്കുന്നു? വെള്ളക്കുറവ് അല്ലെങ്കിൽ വിറ്റാമിൻ E കുറവ്. ഹൃദയമിടിപ്പ് അപ്രതീക്ഷിതമായി കൂടുന്നത് എന്ത് കാരണം? ആശങ്ക, തൈറോയ്ഡ് പ്രശ്നം. ചെറുതായി പോലും മുറിവ് വന്നാൽ വൈകി ഉണങ്ങുന്നത് എന്ത് സൂചിപ്പിക്കുന്നു? പ്രമേഹം അല്ലെങ്കിൽ വിറ്റാമിൻ C കുറവ്. കണ്ണിന് കീഴിൽ കറുത്ത വട്ടം കാണുന്നത് എന്തിന്റെ ലക്ഷണമാണ്? ഉറക്കക്കുറവ് അല്ലെങ്കിൽ അയൺ കുറവ്. തിരുവാതിര നക്ഷത്രത്തിൽ വരാൻ സാധ്യത കൂടുതലുള്ള രോഗങ്ങൾ. രക്തസമ്മർദ്ദം, തൈറോയിഡ്. പുണർദം നക്ഷത്രത്തിൽ വരാൻ സാധ്യത കൂടുതലുള്ള രോഗങ്ങൾ. വാദം, കിഡ്നി സ്റ്റോൺ. എന്തുകൊണ്ട് ചിലർക്ക് സ്ഥിരമായി ചർമ്മം പൊട്ടിപ്പൊളിയും? വിറ്റാമിൻ A കുറവ് അല്ലെങ്കിൽ E കുറവ്. എന്തുകൊണ്ട് മുടി കഴുകുമ്പോൾ കൂടുതലായി കൊഴിയും? പോഷകക്കുറവ് അല്ലെങ്കിൽ ഹോർമോൺ മാറ്റം. എന്തുകൊണ്ട് ചിലപ്പോൾ ചുണ്ടുകൾ നീല നിറമാക്കും? ഓക്സിജൻ കുറവ് അല്ലെങ്കിൽ ശ്വാസകോശ പ്രശ്നം. എന്തുകൊണ്ട് ചിലർക്ക് രാവിലെ വായിൽ കയ്പ് രുചി അനുഭവപ്പെടുന്നു? ആസിഡിറ്റി അല്ലെങ്കിൽ കരൾ പ്രശ്നം. എന്തുകൊണ്ട് ചിലപ്പോൾ കണ്ണ് കൂടുതലായി ഇടയ്ക്കിടയ്ക്ക് ചിമ്മും?
ഉറക്കക്കുറവ് അല്ലെങ്കിൽ മഗ്നീഷ്യം കുറവ്. എന്തുകൊണ്ട് ചിലർക്ക് കുളിർകാലത്തും കൈകൾ വിയർക്കും? ഹോർമോൺ അസന്തുലിതാവസ്ഥ അല്ലെങ്കിൽ ആശങ്ക. എന്തുകൊണ്ട് ചിലപ്പോൾ നഖങ്ങളിൽ വെള്ളപ്പുള്ളികൾ കാണപ്പെടുന്നു? സിങ്ക് കുറവ് അല്ലെങ്കിൽ ചെറിയ പരിക്ക്. മുടി വളരെ വരണ്ടതാകുന്നത് എന്ത് കുറവാണ് കാണിക്കുന്നത്? ഒമേഗ 3 കൊഴുപ്പ് അമ്ലം കുറവ്. സ്ഥിരമായി ചുമ ഉണ്ടാകുന്നത് എന്ത് ലക്ഷണമാണ്?